എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ കറിയാണ്. സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. ഇനി 2 ഏലക്കായ, ഒരുപാട് കൂടരുത്, 2 ഏലക്കായ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. 1 ടേബിൾ സ്പൂൺ വീതം ചതച്ച് വെച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചെറുതായി മുറിച്ചതും ചേർക്കാം. ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒരു 8 വെളുത്തുള്ളിയാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച സ്മെല്ല് പോകുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെ എല്ലാം പച്ച മണം മാറുന്നിടം വരെ ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. പൊടികൾ കൂടി ചേർത്തുകൊണ്ട് കരിഞ്ഞു പോവും. കരിഞ്ഞു പോവാതെ ഇത് ചെറിയ തീയിൽ വെച്ചൊന്ന് 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇതൊന്ന് അടിച്ചെടുക്കണം. ഇതേ പാത്രത്തിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 2 സവാള ചെറുതായി മുറിച്ചതും 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും 1 തക്കാളി ചെറുതായി മുറിച്ചതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ചാൽ തക്കാളിയും സവാളയും ഒക്കെ നന്നായി വഴണ്ട് വെന്ത് വരും. ഈ സമയം കൊണ്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാല മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുക. സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ വഴണ്ട് വെന്ത് സോഫ്റ്റായി വന്നതിന് ശേഷം മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാല ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലൊന്ന് ഒഴിച്ച് കുറച്ച് വെള്ളം ചേർക്കുക. അല്ലാതെ തന്നെ എത്രയാണോ നിങ്ങൾക്ക് ചാറ് വേണ്ടത് അത്ര തന്നെ ചാറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുത്ത് തന്നെ വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വെള്ളം ചേർക്കുന്ന അനുസരിച്ച് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറുതായി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഏറ്റവും ചെറിയ തീയിൽ ഒരു 25 മിനിറ്റ് വെച്ച് കൊടുത്താൽ നല്ലതുപോലെ കുറുകിയ ചാറോടുകൂടി ഈ ഒരു കറി നമുക്ക് തയ്യാറായി കിട്ടും. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതൽ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. അതുപോലെ കറിയൊക്കെ കുറുകി അതിലുള്ള വെളിച്ചെണ്ണ എല്ലാം തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് ഈ കറി കിട്ടും. ചെറുതായി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അരമണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ കളറൊക്കെ മാറി നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാക്കി ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടത് അത്രത്തോളം കുറുക്കിയെടുക്കുക. ഒരിക്കലും തീ കൂട്ടിയിട്ട് വേവിക്കരുത്. ഈ ഒരു ചിക്കൻ കറി ചെയ്യുമ്പോൾ ചെറിയ തീയിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കുക. സ്ലോ കുക്ക് ചെയ്യുമ്പോഴാണ് എല്ലാ മീറ്റിനും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഒരുപാട് ചിക്കൻ മസാലകളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ കറികളും പോലെ തന്നെ ചിക്കൻ കറിയും കുറച്ച് നേരം വെച്ചതിന് ശേഷം എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി അതിലുള്ള മസാലയൊക്കെ ടേസ്റ്റ് പിടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.